നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതാണ്. യാതൊന്നും ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സന്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ മാത്രം റീഡിംഗ് കാണുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക. ഓക്കെ. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷനിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ, ഇഷ്യൂസ് ക്രിയേറ്റഡ് ആകുന്നുവെങ്കിൽ, അത് നിങ്ങൾ ഇപ്പോൾ അകന്ന് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനെ കൈകാര്യം ചെയ്യുന്നത് പക്വതയോടെ അല്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ സീരിയസ് ആയിട്ട് കാണുന്നില്ല, നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻസ് തരുന്നില്ല, നിങ്ങളുടെ ഫീലിങ്സ് പരിഗണിക്കുന്നില്ല. സ്നേഹവും ഫീലിങ്സും ഒക്കെ അവരുടെ മനസ്സിലും ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് പോലും ശരിക്കും അറിയത്തില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടായിരിക്കും. ഒരു കമ്മിറ്റഡ് ആവണം, നമുക്ക് നാളെ ഫ്യൂച്ചറിൽ എങ്ങനെയാവണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നിങ്ങളുടെ പേഴ്സൺ തരുന്നുണ്ടായില്ല. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടാക്കി നിങ്ങളെ മാറ്റിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറും. കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമുക്ക് പേജ് ഓഫ് വാൻസ് പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ റിലേഷൻഷിപ്പിലെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് നോക്കിയപ്പോഴാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് കാർഡ് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്, കിങ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായ ഒരു നിലപാടോടുകൂടി ഈ റിലേഷനിൽ ഞാൻ എന്താണ് ഇത്രയും നാള് ഇട്ടിരുന്ന എഫേർട്ട് എൻ്റെ പക്വതയില്ലായ്മയാണ് എന്നൊക്കെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തിരിച്ചു വരുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഉറച്ച് എടുക്കുമെന്ന് തന്നെയാണ്. ഇനി അങ്ങോട്ട് ആ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉറച്ച തീരുമാനം എടുക്കും എന്നതൊക്കെ തന്നെയാണ് കിങ് ഓഫ് വൺസ് എനർജി പറയുന്നത്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെ പോയാൽ ഞാൻ പറ്റില്ല, ഇങ്ങനെ ഞാൻ എൻ്റെ ക്യാരക്ടർ കൊണ്ടുപോയാൽ എനിക്ക് എൻ്റെ പാർട്ട്ണർ നഷ്ടമാകുമെന്നൊക്കെ ഉള്ളിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അത് പറയുന്നത് നിങ്ങളുടെ റിലേഷനിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷനോട് കൂടി നിങ്ങൾക്ക് തുടങ്ങിയ ഒരു റിലേഷനാണിത്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയി കാണുമായിരിക്കാം. കുറച്ച് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു പാത്തിലേക്ക് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയാൻ തുടങ്ങിയതും യൂണിവേഴ്സൽ എനർജി ഉണ്ട് എന്നാൽ അതുമായിട്ട് കണക്റ്റഡ് ആയതുമൊക്കെ ഈ പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കാം. അപ്പം നിങ്ങളുടെ പേഴ്സൺ വന്നത് കൊണ്ടാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു മാറ്റം വന്നത് എന്ന് കൂടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്കിതിൻ്റെ അകത്ത്. ഫോർത്ത് നമ്മൾ എടുത്തപ്പോൾ ഒരു കാർഡ് കൂടുതൽ വന്നായിരുന്നു, അത് എന്താണ് എന്ന് നമുക്കറിയാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ ഈ റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് വന്നു ചേർന്നതെന്ന് കാണാൻ കഴിയുന്നത്. ഒരു കാർമിക് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിന്ന് പോയതാണെന്നാണ് കാണാൻ പറ്റുന്നത്. കാർമിക് സിറ്റുവേഷനാണ് നമുക്ക് ഈ റിലേഷനിൽ പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നത്, അല്ല വേറെ ഒന്നുമില്ല. അവരിപ്പോഴും വളരെ ഒരു മോശം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫിനാൻഷ്യലിയോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് എനർജി അവർക്ക് നല്ല ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ചൈൽഡിഷ് ആണ്
മെച്യൂരിറ്റി ഇല്ലാതെയാണ് റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എനിക്കെല്ലാം പക്വതയോടെ തന്നെ കൈകാര്യം ചെയ്യണം, ഈ റിലേഷൻ നന്നായിട്ട് കൊണ്ടുപോകണം, ലൈഫ് ലോങ് എനിക്ക് വേണം എന്നൊക്കെ തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫിസിക്കലിയും മെൻ്റലിയും ഭയങ്കര സ്ട്രെസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട്, ഒരുപാട് താമസമില്ല, എന്നാലും ഈ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ പക്വതയോടെ കൈകാര്യം ചെയ്യാനായിട്ടും ഒക്കെയുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തും എന്നത് തന്നെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ആർക്കെങ്കിലും ഒക്കെ റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യുവേഴ്സ്.